ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആരായിരിക്കും? ഇന്ന് ലാലേട്ടൻ എത്തുന്ന 6ാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും അധികം സാധ്യതയുള്ള 3 കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് പറയുന്നത്. ഇവരിൽ നിന്ന് ഒരാളോ രണ്ടുപേരോ ഒക്കെ ആയിരിക്കും ഈ ഒരാഴ്ച എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് മസ്താനിയാണ്. മസ്താനി ബിഗ് ബോസ് ഹൗസിൽ വ്യക്തമായിട്ടൊരു കോണ്ടന്റ് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന മസ്താനിക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോളുകളിലോ അല്ലെങ്കിൽ അൺഒഫീഷ്യൽ പോളിംഗ് സൈറ്റുകളിലോ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സപ്പോർട്ട് ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ മസ്താനി ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഈ ഒരാഴ്ച എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സാബുമാൻ ആണ്. സാബുമാനും ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പോളുകളിലോ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലോ ഒക്കെ സാബുമാനും വോട്ടും കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതിന് കൃത്യമായൊരു റീസൺ ഉണ്ട്. കാരണം സാബുമാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് ഒരു വൈൽഡ് കാർഡ് ചെയ്യേണ്ട യാതൊരു പരിപാടികളും ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടില്ല. ഒരു കോണ്ടന്റ് കൊടുക്കുന്നില്ല. സ്വന്തമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പോലും സാബുമാന് ബിഗ് ബോസ് ഹൗസിൽ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. പിന്നീട് സപ്പോർട്ട് ഉണ്ടായിട്ടും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ഒരു ആഴ്ച നേരിട്ട് എവിക്ഷനിൽ പുറത്താക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് വേദലക്ഷ്മി. ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും വേദലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മസ്താനി ഉണിയൽ സാബു കയറി പിടിച്ചെന്നും ആദില നൂറ കണ്ടസ്റ്റൻസിനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നും അത്തരത്തിലൊക്കെ പറയുന്ന ആർഗ്യുമെന്റ് ഭയങ്കരമായിട്ട് റോങ് ആണ്. ഇതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന നമ്മുടെ സീസൺ 3 സജന ഫിറോസ് എന്ന 2 കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് എവിക്ട് ചെയ്ത് പുറത്തുവിട്ടതാണ്. ഇതുപോലെ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടിയിട്ട് നേരിട്ട് എവിക്ട് ചെയ്ത് വിട്ട കണ്ടസ്റ്റൻസ് ആണ് ഈ പറയുന്ന സജന ഫിറോസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വേദലക്ഷ്മിയെ ഈ ഒരാഴ്ച ലാലേട്ടൻ ഒന്നില്ലെങ്കിൽ ഒരു താക്കീത് കൊടുക്കും, അല്ലെങ്കിൽ ഈ ഒരാഴ്ച നേരിട്ട് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് പുറത്താക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലാത്ത പക്ഷം എവിക്ഷനിൽ വോട്ടില്ലാത്തതുകൊണ്ട് പുറത്താവുന്ന ഏറ്റവും അധികം സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ്. ഒന്ന് മസ്താനി, 2 സാബുമാൻ. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിൽ പുതിയ മത്സരാർത്ഥികളായിട്ട് വന്നതിന് ശേഷം ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ സ്പേസ് നേടാനോ സ്വന്തമായിട്ടൊന്നും ബിഗ് ബോസ് ഹൗസിൽ ക്യാമറയ്ക്ക് മുന്നിൽ പോലും വന്ന് നിൽക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നില്ല. മസ്താനി പിന്നെയും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട്. പക്ഷെ സാബുമാന്റെ കാര്യത്തിൽ സാബുമാൻ ഒന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസ് ഹൗസിൽ ചുമ്മാതെ വെറുതെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ ഇരിക്കും. ചിലപ്പോൾ മറ്റേ ആ ഒരു ബീം ബാഗുമ്പോൾ പോയിരിക്കും, അല്ലെങ്കിൽ ആ സോഫയും പോയിരിക്കും, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങും. അത്തരത്തിലുള്ള പരിപാടികൾ മാത്രമാണ് സാബുമാന്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ടാസ്കിന്റെ ഭാഗമായിട്ടോ ഒന്നിലും ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് സാബുമാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച എവിക്ഷനിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള 2 കണ്ടസ്റ്റൻസ് ആണ് മസ്താനിയും സാബുമാനും. അതുപോലെ തന്നെ നേരിട്ടുള്ള എവിക്ഷനിൽ സൊസൈറ്റിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് വേദലക്ഷ്മിയെയും പുറത്താക്കാനുള്ള ചെറിയൊരു സാധ്യത ഇപ്പം കാണുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ലാലേട്ടൻ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഈ 3 കണ്ടസ്റ്റൻസിൽ നിന്ന് ഒരാളായിരിക്കും മിക്കവാറും ഈ ഒരു എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് സാധ്യത. ഒരു 85% എബവ് ചാൻസും ഈ 3 കണ്ടസ്റ്റൻസിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ എവിക്ഷനിൽ പുറത്തു വിടാനായിട്ടായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്